3 മില്യൺ ഫോളോവേഴ്സുള്ള ബർജറിൻ പെയിൻസിൻ്റെ ഒരു ആഡ് കണ്ടതാണ് ഞാൻ. ജസ്റ്റ് അവർ വാട്സപ്പിലേക്കാണത് റീഡയറക്റ്റ് ചെയ്യുന്നത് ആ ഒരു ആഡ്. ഞാൻ അതിൻ്റെ ഒരു കീവേഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഉടൻ റിപ്ലൈ വന്നു, ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് ആയിട്ടാണ്. പെയിൻറ്റിങ്ങിൻ്റെ ഒരു റിക്വസ്റ്റിന് നന്ദി എന്നെല്ലാം പറഞ്ഞിട്ട് ഇനി കണ്ടിന്യൂ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ പേര് കൺഫേം ചെയ്യാനാണ് ചോദിക്കുന്നത്. പ്രൊസീഡ് കൊടുത്തു. നമ്പർ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നു, അപ്പോഴും പ്രൊസീഡ് കൊടുത്തു. മെയിൽ ഐ ഡി ചോദിക്കുന്നു, ഞാൻ എൻ്റെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുകയാണ്. പിൻകോഡ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, പിൻകോഡ് വേറെ ഏതോ ഒരു ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്ത് വന്ന് ഇത് പാലക്കാട് അല്ലേ എന്ന് ചോദിക്കുന്നു, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊസീഡ് കൊടുത്തു. ഇതൊരു കോൺവെർസേഷൻ നടത്തുകയും ചെയ്തു. കസ്റ്റമറെ കൊണ്ട് കുറേ സംഭവങ്ങൾ ആക്ഷൻ എടുപ്പിക്കുകയും അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വാട്സപ്പ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ബേസിക് കാര്യം. അങ്ങനെ അവരെ അടുത്ത ഒരു മെസ്സേജ് വന്നു, അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടൊരു കംപ്ലീറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനല്ല വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അഡ്രസ് ലൈൻ 2 ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് കൺഫേം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കൺഫേമിന് വേണ്ടിയിട്ട് എസ് അടിച്ചു കൊടുക്കുകയാണ്. എന്ത് സർവീസാണ് വേണ്ടത്? പെയിൻറ്റിങ് ആണോ, വാട്ടർ പ്രൂഫിംഗ് ആണോ, വുഡ് കോട്ടിംഗ് ആണോ, പെയിൻറ്റിങ് ഓർ വാട്ടർ ആണോ, പെയിൻറ്റിങ് വാട്ടർ വുഡ്, അങ്ങനെ പല സർവീസുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ. സർവീസ് ടൈപ്പ് ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ, നമ്മൾ ഇൻറ്റീരിയറും അല്ലെങ്കിൽ ബോത്ത് കൊടുത്തു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് എത്രയാണ് കാർപ്പറ്റ് ഏരിയ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കൂടാതെ എത്ര ഫ്ലോർ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 2 ഫ്ലോറാണെന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം എപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വിത്തിൻ എ മന്ത് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ, ഒരു കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വന്നത്, നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ റിക്വയർമെൻ്റ് എല്ലാം ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു. കൂടാതെ നമുക്കൊരു എൻക്വയറി ID ജനറേറ്റ് ചെയ്ത് വന്നു. അത് ഒരു SMS ആയിട്ടും നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടെല്ലാം വന്നു. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് പലരും വാട്സപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ചോദിക്കുന്ന അടുത്ത എന്തെങ്കിലും ക്വറി ഉണ്ടോ, ഇല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം എന്നുള്ള 2 ഓപ്ഷൻ ചോദിച്ചിട്ട് അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു SMS വന്നത്. ഒരു പെയിൻറ്റിങ് എൻക്വയറി ID എല്ലാം ജനറേറ്റ് ചെയ്തിട്ട് അവരുടെ എക്സിക്യൂട്ടീവ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. കൂടാതെ അവരുടെ ഒരു ടോൾ ഫ്രീ നമ്പറെല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ഒക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ സിസ്റ്റംസ് വേണം. അപ്പോൾ ഈ ഒരു ചാറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ താങ്ക് യു പറഞ്ഞ് ആ ഒരു ചാറ്റ് എക്സിറ്റ് ചെയ്യണം. ഇതിനുശേഷം നമ്മൾ നമ്മുടെ ഓരോ ടച്ച് പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം നോക്കുമ്പോൾ ഏകദേശം ഒരു 14-15ഓളം ക്വസ്റ്റ്യൻസും നമുക്ക് ആക്ഷൻസ് എടുക്കാനുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഒരു യൂസറെ ഇവിടെ എൻഗേജ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും എന്താ പറയുക, വാല്യുബിൾ ആയിട്ടുള്ളൊരു യൂസർ ആവും, അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു കസ്റ്റമർ ആവും, ഒരു ലീഡാവും വന്നിട്ടുണ്ടാവുക. അല്ലാതെ നമ്മളൊരു ജസ്റ്റ് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന പോലെ സിമ്പിളല്ല ഇത്. അപ്പോൾ അത്രയും ഹൈ ക്വാളിറ്റി ലീഡിന് നമുക്ക് കിട്ടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ഇക്കോസിസ്റ്റത്തിൽ മാക്സിമം നമ്മൾ എൻഗേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും ഒരു 15ഓളം ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 14-15ഓളം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചു. അപ്പോൾ എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ രൂപത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.